PC ജോർജ് എന്ന മുൻ MLA നടത്തിയിട്ടുള്ള വിദ്വേഷ പരാമർശം അദ്ദേഹത്തിനെതിരെ കേസെടുത്തുകൾ ഇതൊരു നടപടികളുമായിട്ടോ അറസ്റ്റ് നടപടിയായിട്ട് പോകുന്നില്ല. നമുക്കറിയാവുന്ന പോലെ കേസെടുക്കാൻ തന്നെ വൈകുന്നു, പരാതി കിട്ടിയിട്ട് കേസെടുക്കുന്നില്ല, കേസെടുത്തതിന് ശേഷം അറസ്റ്റ് വേഗത്തിലാക്കാവുന്ന വകുപ്പുകളുണ്ടായിട്ടും അറസ്റ്റിലേക്കൊന്നും പോകുന്നില്ല. ഇന്നിപ്പോൾ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ആ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസം എന്ത് തോന്നുന്നത്, ഇപ്പോൾ ഇതിനകത്തൊരു മുൻകൂർ ജാമ്യം ഇപ്പോൾ സെഷൻസ് കോടതിയിലോ ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലൊക്കെ പോയി വാങ്ങിക്കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യായിരിക്കും പോലീസ് ചെയ്യുന്നുണ്ടാവും? അല്ല, പോലീസിന് ഇതിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു പബ്ലിക് ഫോറത്തിലാണ് ഇത്രയും കേരളത്തിൽ ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയിട്ടില്ലാത്ത വിഷലിപ്തമായ ഒരു ഒന്നല്ല കുറേ അധികം കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരു ബി ജെ പി നേതാവോ RSS നേതാവോ ഇതുവരെ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിൽ പോടെ എന്ന് പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ വന്നിരുന്നിട്ട് മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളാണ്, ഞാനിത് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ്, വെറുതെ പറയല്ല, ചുമ്മാ പറയുന്ന ആളല്ല ഞാൻ, എല്ലാവന്മാരും തീവ്രവാദികൾ, പാകിസ്ഥാനിലേക്ക് പോടെ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ പ്രസ്താവന നടത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരാൾ പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ പോലീസ് ആരെങ്കിലും പരാതി കൊടുക്കാൻ കാത്തു നിൽക്കേണ്ടതുണ്ടോ? ഇത്രയും ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകുന്ന, ഇത്രയും അപകടകരമായ, ഇത്രയും വിദ്വേഷം വമിപ്പിക്കുന്ന ഒരു പ്രസ്താവന കേരളത്തിലെ ഒരു ഭരണഘടനാ പദവിയിലിരുന്ന ഒരാൾ, MLA ആയിരുന്ന ഒരാൾ, ക്യാബിനറ്റ് റാങ്കോടെ ചീഫ് വിപ്പായിരുന്ന ആൾ, ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരള ഘടകത്തിലെ പ്രധാന നേതാവായിരിക്കുന്ന ആൾ, അങ്ങേര് നടത്തിയിട്ട് പോലീസിൻ്റെ ഭാഗത്ത് ഒരു അനക്കമില്ല. അതിനുശേഷം മുസ്ലിം ലീഗ്, SDPI പോലെയുള്ള സംഘടനകൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ്. പരാതി കൊടുത്തതിന് ശേഷം ഒരു അനക്കമില്ല. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളും അല്ലാതെയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ മൂന്നാം ദിവസമാണ് പോലീസ് ഈ പരാതി കൊടുത്ത ആളുടെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നത്. പിന്നെ FIR ഇടുന്നു. അതിനുശേഷം ഇന്ന് ഇങ്ങനെ മുൻകൂർ ജാമ്യം നേടി കോടതിയിൽ പോരും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതിനു മുമ്പ് നിരന്തരം വിദ്വേഷ പ്രസ്താവന നടത്തുന്ന ഒരാളാണ്. മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഒരു അനന്തപുരി ഹിന്ദുമത സമ്മേളനം എന്ന് പറയുന്ന അതിലാണ് അത് ഇതേക്കാൾ വിവാദമായ മറ്റു പ്രസ്താവന നടത്തുന്നത്. മുസ്ലിങ്ങൾ മറ്റു മതസ്ഥർക്ക്, മുസ്ലിം കച്ചവടക്കാർ, അവർ ചായ വിൽക്കുമ്പോൾ ചായയിൽ തുള്ളി മരുന്നിടുകയാണ്, വന്ധീകരിക്കാൻ, മറ്റുള്ളവർക്ക് വന്ധീകരിക്കാൻ, കുഞ്ഞുങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നിങ്ങനെ അറസ്റ്റ് ചെയ്തപ്പം അന്ന് രാത്രി മജിസ്ട്രേറ്റ് മുമ്പിൽ കൊണ്ടുവന്ന് ജാമ്യം ലഭിക്കും. ആ ജാമ്യം എങ്ങനെ ലഭിച്ചു നമ്മൾ അറിയണം. പ്രോസിക്യൂഷൻ അവിടെ ഉണ്ടായിരുന്നോ എന്ന ക്വസ്റ്റ്യൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പക്ഷെ അന്ന് ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞ കാര്യമുണ്ട്, സമാനമായ കുറ്റങ്ങൾ ആവർത്തിക്കരുതെന്ന്. പക്ഷെ അതിനുശേഷം നിരന്തരം ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഏറ്റവും മാരകമായൊരു വേർഷനാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണുന്നത്. നമുക്ക് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചത് നേരത്തെ അദ്ദേഹത്തിന് വീണ്ടും അറസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ആലോചനകൾ പോട്ടെ. ഇത്രയും ഗുരുതരമായ പാതകം ചെയ്ത ഇയാൾക്ക് സർവ്വസംരക്ഷണവും നൽകുകയാണ് ഈ ഭരണകൂടം ചെയ്യുന്നത്. ഭരണകൂടം അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, വിപരീതമായ ദിശയിൽ സഞ്ചരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കോടതിയിൽ പ്രോസിക്യൂഷൻ എന്ത് നിലപാട് സ്വീകരിക്കും നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇതേമാതിരി സംസാരിച്ച ആൾ മഹാപണ്ഡിതനാണെന്ന് പറഞ്ഞ ആൾ ഇന്ന് കേരളത്തിലെ മന്ത്രിസഭയിൽ ഇരിക്കുന്നുണ്ട്. മനസ്സിലാവും. നാർക്കോട്ടിക് ജിഹാദ് പരാമർശം നടത്തിയ ആളെ കേരളത്തിലൊരു മന്ത്രി, വാസവൻ എന്ന് പറയുന്നൊരു മന്ത്രി, അങ്ങേരുടെ അരമനയിൽ അങ്ങോട്ട് സന്ദർശിച്ച് അങ്ങേര് മഹാപണ്ഡിതനാണെന്നും അങ്ങേർക്കെതിരെ സംസാരിക്കുന്നവർ തീവ്രവാദികളാണെന്നും സർട്ടിഫൈ ചെയ്തൊരു സംസ്ഥാനമാണ്. അപ്പോൾ ആ ഒരു നില വെച്ച് നോക്കുകയാണ് PC ജോർജ് മഹാപണ്ഡിതനാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന നിലപാടായിരിക്കും പ്രോസിക്യൂഷൻ സ്വീകരിക്കുക. അപ്പോൾ ഭരണകൂടം ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനൊരു പ്രസ്താവന വേറെ ഒരു മുസ്ലിം നേതാവാണ് ഇങ്ങനൊരു പ്രസ്താവന നടത്തുന്നത്, ക്രിസ്ത്യാനികളെല്ലാം തീവ്രവാദികളാണ്, വത്തിക്കാനിലേക്ക് പോടെ എന്നൊരു പ്രസ്താവന കേരളത്തിലൊരു മുസ്ലിം നേതാവ് നടത്തിയിരുന്നെങ്കിൽ കേരളത്തിൽ എന്തു സംഭവിക്കുമായിരുന്നു? അതിനോടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ, മത നേതാക്കളുടെ, മാധ്യമങ്ങളുടെ പ്രതികരണം എന്താകുമായിരുന്നു? നോക്കൂ, ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും രാജ്യദ്രോഹികളാക്കുകയും പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ആക്രോശിക്കുകയും ചെയ്യുന്ന ഒരു കേരളത്തിലൊരു ഉന്നത രാഷ്ട്രീയ നേതാവ് നടത്തിയിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്കതൊരു വിഷയമല്ല, പ്രതിപക്ഷത്തിന് വിഷയമല്ല, ഭരണപക്ഷത്തിന് വിഷയമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മുസ്ലിങ്ങളെ ചീത്ത പറയുക, അവരെ ഭത്സിക്കുക എന്നൊക്കെയുള്ളത് അത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ്, അത് സാധാരണവൽക്കരിക്കപ്പെടുകയാണ്. അത് അപകടകരമായ സ്ഥിതി. അപ്പോൾ ഇങ്ങനെ പോലെ ഇങ്ങനെയൊക്കെ നടപടിയില്ലെങ്കിൽ ഇതേ ലീഗിൽപ്പെട്ട, ഇതേ ടൈപ്പിൽപ്പെട്ട നേതാക്കന്മാർ വേറെയുണ്ട്. അവർ നിരന്തരം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ഫോർവേഡുകൾ നമ്മുടെ വാട്സപ്പിൽ വരും. അതിങ്ങനെ കേട്ട് ചിരിക്കും, അർമാദിക്കും, ഗൂഢമായ ആഹ്ലാദത്തിൽ ഇങ്ങനെ അഭിനമിക്കും. അതിനാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു നോർമലൈസേഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിനും അതൊരു പ്രശ്നമല്ല, VD സതീശനും പ്രശ്നമല്ല, പിണറായി വിജയനും പ്രശ്നമല്ല. എത്രത്തോളം വെച്ചാൽ മുസ്ലിം സംഘടനകൾക്കും അതൊരു വിഷയമായിട്ട് തോന്നില്ല.
ഇപ്പോൾ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയാണ് ഇന്ന് ഇതിനെതിരെ ഒരു പത്രസമ്മേളനം നടത്തിയത്. വേറെ ഏതെങ്കിലും മുസ്ലിം സംഘടന ഇതിനെതിരെ രംഗത്തിറങ്ങിയ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്തുകൊണ്ടാണ്? നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിപ്പോൾ അങ്ങനെയല്ലേ, നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റുമോ എന്ന ഒരു നിലയിൽ നിസ്സഹായമായ അവസ്ഥയിലേക്ക് ഇതിൻ്റെ ഇരകളാക്കപ്പെട്ട ആളുകൾ പോലും എത്തിപ്പെടുന്ന ഗുരുതരമായൊരു സാഹചര്യമാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മുസ്ലിം സംഘടനാ നേതൃത്വം മൗനം അവലംബിക്കുന്നുണ്ടാകാം, പ്രതിപക്ഷം മൗനം അവലംബിക്കുന്നുണ്ടാകും, ഭരണപക്ഷം ഈ വർഗീയ വിഷം പമിപ്പിക്കുന്ന ആൾക്ക് സംരക്ഷണം ഒരുക്കുന്നുണ്ടാകാം. പക്ഷെ മുറിപ്പെട്ട മനുഷ്യരുണ്ട് ഇവിടെ. അവരെന്താ വിചാരിക്കുന്നത്? ഇത് നമ്മുടേത് ഡബിൾ സ്റ്റാൻഡേർഡ്സാണ്, ഇരട്ട നീതിയുടെ ലോകമാണിത് എന്ന വികാരം അവരിലുണ്ടാവുകയും അവരത് കൈമാറുകയും തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും. അത് ഗുരുതരമായ സാഹചര്യമായിരിക്കും. തീവ്രവാദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞങ്ങൾ ഇരട്ട നീതിക്ക് വിധേയമാകുന്നു എന്ന ബോധം ഒരു വിഭാഗത്തിൽ ജനിക്കുമ്പോഴാണ് തീവ്രവാദം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഭരണകൂടം, സർക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സമൂഹത്തെ തിരിച്ചു കയറാൻ സാധിക്കാത്ത വിധമുള്ള അഗാധമായ ഗർത്തത്തിലേക്ക് തള്ളിയിടുകയാണ്. അത് എത്ര പെട്ടെന്ന് തിരുത്തുന്നോ അത്രയും നന്ന്. ജിംസി, ഇപ്പോൾ ഇതിനകത്ത് കേസെടുത്തിട്ടുണ്ട്. കേസെടുക്കാതെ തന്നെ പരാതി കിട്ടാതെ തന്നെ കേസെടുക്കുക, അറസ്റ്റൊക്കെ ചെയ്യാം. അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ CM ഓഫീസിൻ്റെ പെർമിഷൻ കാത്തിരിക്കുകയാണെന്നൊക്കെ ഇപ്പോൾ വാർത്തകൾ കാണുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പെർമിഷൻ കാത്തിരിക്കേണ്ട തരത്തിൽ സങ്കീർണമായ നിയമപ്രശ്നങ്ങളൊരു കേസാണോ ഇത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് പെർമിഷൻ കൊടുക്കാത്തതാണെന്ന് അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കണം. അത് എന്തുകൊണ്ടായിരിക്കും എന്നാണ്? അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പെർമിഷൻ കാത്തിരിക്കുകയാണ് എന്ന് ഔദ്യോഗികമായിട്ട് സർക്കാരിൻ്റെ ഏതെങ്കിലും പ്രതിനിധി പറയുകയാണെങ്കിൽ അത് കോർട്ടലിഷ്യമാണ്. അതിൻ്റെ കാരണം 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷം രാജ്യത്തുണ്ടായിട്ടുള്ള ഹേറ്റ് സ്പീച്ചുകളുടെ വർധന, അത് കോടതിയിൽ ഒരു ഹർജികളായിട്ട് വരുന്നുണ്ട്, ഹേറ്റ് സ്പീച്ച് തടയണമെന്ന് ആവശ്യപ്പെട്ട്. അതിനു മുമ്പ്, അത് 2022 ഒരു പൊതു താൽപ്പര്യ ഹർജി സുപ്രീം കോടതിയിൽ വരുന്നത്. 2017 ലോ കമ്മീഷൻ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്. ഇത് വളരെയധികം നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. അതിന് പ്രത്യേകമായ നിയമനിർമ്മാണം വേണം. ഹേറ്റ് സ്പീച്ച് ഡിഫൈൻ ചെയ്യണം, അതിന് പ്രത്യേകമായ നിയമനിർമ്മാണം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ശുപാർശ കൊടുക്കുന്നത്. ആ ശുപാർശ കേന്ദ്ര സർക്കാർ എടുത്ത് പെട്ടിപ്പൂട്ടി വെച്ചു. 2022 ഞാൻ പറഞ്ഞ പൊതു താൽപ്പര്യ ഹർജി വരുന്നു. അതുകൂടാതെ ന്യൂസ് 18 അമേഷ് ദേവ്ഗൺ എന്ന് പറയുന്നൊരു ടെലിവിഷൻ ആങ്കറുണ്ട്. അയാൾ ഒരു ഷോയുടെ ഇടയ്ക്ക് പറഞ്ഞു, ഈ നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന് പറയുന്ന ദിവ്യൻ, അയാളൊരു ഇൻവേഡറായിരുന്നു, അയാളൊരു കൊള്ളക്കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോ ചെയ്തു. അയാൾക്കെതിരെ കോടതിയിൽ കേസ് പോയി. ആ കേസ് പരിഗണിക്കുന്നതിനിടെ സുപ്രീം കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട്. ആ കേസ് വരുമ്പോൾ അമേഷ് ദേവ്ഗണിൻ്റെ ഒരു വാദം, അതെനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, മറവി പറ്റി സംഭവിച്ചതാണ്, ഞാനതിൽ ക്ഷമ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അതിൽ ക്ഷമ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ക്ഷമയോ ഒരാൾക്ക് അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ തെറ്റുപറ്റിക്കൊണ്ടോ വിദ്വേഷ പ്രചരണം നടത്തി കഴിഞ്ഞാൽ ആ കേസായിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് ആ കേസ് ഇല്ലാതാവുന്നില്ല എന്ന് സുപ്രീം കോടതി പ്രത്യേകം പറഞ്ഞു. ഹരിദ്വാർ ഹേറ്റ് സ്പീച്ചിൻ്റെ ഒരു സീരീസ് നടന്നല്ലോ, നമ്മൾ ഓർക്കുന്നുണ്ട്, സൻസദുകൾ. അത് പരിഗണിച്ചുകൊണ്ട് ആ ഹേറ്റ് സ്പീച്ചിനെതിരായിട്ടുള്ള കേസുകൾ പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു ഡയറക്റ്റീവ് പുറത്തിറക്കി, ഒരു ഗൈഡ് ലൈൻ തന്നെ പുറത്തിറക്കി. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ യൂണിയൻ ടെറിട്ടറികളും ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വമേധയാ സുവമോട്ടോ കേസ് എടുക്കണം. അങ്ങനെ സുവമോട്ടോ കേസ് എടുത്തില്ലെങ്കിൽ അത് കോർട്ടലക്ഷ്യമാണെന്ന് ജസ്റ്റിസ് ജോസഫ് ആയിരുന്നു തോന്നുന്നു. സുവമോട്ടോ കേസ് എടുത്തില്ല അത് കോർട്ടലക്ഷ്യമായിരിക്കുമെന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സംഭവം മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല, സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല, പോലീസിന് സുവമോട്ടോ കേസ് എടുക്കേണ്ടതില്ല. പരാതി കൊടുത്തതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് പരാതിക്കാരനെ മൊഴിയെടുക്കുന്നു, ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനർത്ഥം എന്താണ്? ഇതിനർത്ഥം എന്താണോ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയ പ്രശ്നം, ആ പ്രശ്നമാണിപ്പോൾ ഇവിടെ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് കോർട്ടലക്ഷ്യത്തോളം വരുന്ന ഗുരുതരമായ കൃത്യവിലോപമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്വേഷ പ്രസംഗം മറികടക്കാൻ നിയമനിർമ്മാണം വേണം എന്ന് അന്ന് ലോ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് ശേഷമാണ് നമ്മുടെ IPC മാറി BNS ഒക്കെ ആവുന്നത്. ഈ BNSലേക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത്? BNSൽ ഇതേ IPCയിൽ നിന്നുള്ള അതേ വേർഡിങ്സ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. BNSൽ ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല. ഹേറ്റ് സ്പീച്ച് എന്താണ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, മുമ്പുണ്ടായിരുന്ന IPCയിലെ ഈ പറയുന്ന വകുപ്പുകൾ പ്രകാരം ഒരു പ്രോസിക്യൂഷൻ നടക്കുമെങ്കിൽ അത് കുറേ കൂടി ദുഷ്കരമാക്കുകയാണ്, പ്രോസിക്യൂഷൻ ദുഷ്കരമാക്കുകയാണ് BNS ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അത് കേന്ദ്രം തന്നെ ഹേറ്റ് സ്പീച്ചിന് അനുകൂലമാണ്. ഏത് സുപ്രീം കോടതി പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടും ലോ കമ്മീഷൻ്റെ ശുപാർശ ഉണ്ടായിട്ടും ഹേറ്റ് സ്പീച്ച് ഡിഫൈൻ ചെയ്യാനോ അതിനെതിരെ ശക്തമായ നിയമം കൊണ്ടുവരാൻ കേന്ദ്രം ശ്രമിക്കുന്നില്ല. അതേ പാതയിൽ തന്നെ സംസ്ഥാനങ്ങൾ പോകുന്നു, സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ നിലനിൽക്കെ. മറ്റൊരു കാര്യം, ഈ മോബ് ലിഞ്ചിങ്ങിനെതിരെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. മോബ് ലിഞ്ചിങ്ങിനെതിരെ പ്രത്യേക നിയമനിർമ്മാണം വേണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചതാണ്. അവർ പ്രത്യേക നിയമം കൊണ്ടുവന്നപ്പോൾ എന്താ ചെയ്തത്? അതായത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെയാണ് ശിക്ഷയെങ്കിൽ
മോബ് ലിഞ്ചിങ്ങിൽ അത് 7 വർഷമായി ചുരുക്കി. അതായത് ഒരാൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ മോബ് ലിഞ്ചിങ് നേരിടുന്നതും ഈ ഹെയ്റ്റ് സ്പീച്ചിനെ തുടർന്നാണല്ലോ. ഹെയ്റ്റാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒരാളെ കൊന്നാൽ വധശിക്ഷ വരെ ലഭിക്കും, ജീവപര്യന്തം മുതൽ വധശിക്ഷ ലഭിക്കും. 10 പേര് വേണ്ടി ഒരാളെ കൊന്നാൽ 10 പേർക്കും 7 വർഷം ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ്. അത് നിയമനിർമ്മാണത്തെ തന്നെ തമാശയാക്കി മാറ്റുന്ന BNS എങ്ങനെയാണ് പാസ്സാക്കിയത് നമ്മൾ ഓർക്കണം. 140 MP-മാരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് അത് ഒരു ചർച്ചയില്ലാതെ അത് പാസ്സാക്കിയതെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരു കേന്ദ്ര സർക്കാർ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനനുസൃതമായി കേന്ദ്രം എന്താണോ ആഗ്രഹിക്കുന്നത്, ഹെയ്റ്റ് സ്പീച്ചുകൾക്കെതിരെ എന്ത് നടപടിയാണോ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് അത് തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ സിദ്ദീഖിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി സർക്കാർ എത്രമാത്രം അദ്ദേഹത്തെ സഹായിച്ചു. ജാമ്യം കിട്ടുന്നവരെ നോക്കിയിരിക്കും, നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അത്രയുള്ളൂ. എന്തിനാണ് നിങ്ങൾ ഈ PC ജോർജിനെ എത്ര ചർച്ച ചെയ്ത് പ്രശസ്തനാക്കുന്നതെന്ന് ചോദിക്കുന്ന ചില നിഷ്പക്ഷ ലിബറൽ വാദികളൊക്കെ ഉണ്ട് ഈ രാജ്യത്ത്. അവർക്ക് ഹെയ്റ്റ് സ്പീച്ച് എന്താണെന്ന് അറിയില്ല. ഹെയ്റ്റ് സ്പീച്ച് അവർക്ക് എത്രമാത്രം പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. PC ജോർജിനെ സംരക്ഷിക്കുകയാണോ സർക്കാർ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുകയാണോ സർക്കാർ എന്നാണ് അറിയാത്തത്. നാളെ ഇരിക്കാം. നമസ്കാരം.